പയ്യനാമൺ ചെങ്കളം പാറമടയ്ക്ക് എതിരെ നാട്ടുകാർ ഉന്നയിച്ച പരാതികൾ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ സംയുക്ത പരിശോധന നടത്തി നടപടികൾ സ്വീകരിക്കുവാൻ കോന്നിയിൽ ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനം. അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ MLA യുടെ അധ്യക്ഷതയിൽ പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ, IAS ഡെപ്യൂട്ടി കളക്ടർ ജ്യോതിലക്ഷ്മി, അടൂർ RDO ബിപിൻ കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ആണ് തീരുമാനം. നാട്ടുകാർ ഉയർത്തിയിട്ടുള്ള വിഷയങ്ങളെല്ലാം സമഗ്രമായി പരിശോധിക്കേണ്ട വിഷയങ്ങളാണ്. അപ്പോൾ അത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ തന്നെ ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളുടെയും മേധാവികളുടെ സാന്നിധ്യത്തിൽ വിശദമായ ഒരു പരിശോധന നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് സമയബന്ധിതമായി പൂർത്തിയാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. 10 ദിവസം കൊണ്ട്. അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത് എന്നതിനെ സംബന്ധിച്ച് ജില്ലാ കളക്ടർ തന്നെ സൂചിപ്പിക്കും. ഇപ്പോൾ നാട്ടുകാർ ഇവിടെ ഉയർത്തിയിട്ടുള്ള ചില പ്രശ്നങ്ങൾ, ഒന്ന് പാരിസ്ഥിതിക അനുമതി കഴിഞ്ഞതാണ് എന്നുള്ളതായിരുന്നു. അത് വസ്തുതയാണ്. പക്ഷേ ഹൈക്കോടതിയിൽ നിന്നും ഒരു ഓർഡർ അവർ വാങ്ങി 26-7 മാസം വരെ മറ്റെല്ലാ അനുമതികളും ഉണ്ടെങ്കിൽ ലൈസൻസ് കൊടുക്കണം, 26 മാസം വരെ. അപ്പോൾ അത് ഉണ്ടായിട്ടുണ്ട്. അത് കോടതിയിൽ തന്നെ ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകും. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം, പഞ്ചായത്ത് റോഡിൽ ഗേറ്റ് ഇട്ട് ആ കമ്പനിക്കാർ അവിടേക്കുള്ള പ്രവേശനം തടഞ്ഞു എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് പഞ്ചായത്ത് മുമ്പ് നോട്ടീസ് കൊടുത്തിരുന്നു. പക്ഷേ ആ സമയത്തും അവർ ഹൈക്കോടതിയിൽ പോയി. പക്ഷേ ഈ ഘട്ടത്തിൽ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം നടപടിയെടുക്കാൻ പഞ്ചായത്തിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് ഏറ്റവും അടുത്ത ദിവസം തന്നെ കോന്നി പഞ്ചായത്ത് സെക്രട്ടറി പോലീസിൻ്റെ സഹായത്തോടു കൂടി ആ ഗേറ്റ് നീക്കം ചെയ്യും. പിന്നെ തോട്ടിലേക്കുള്ള മലിനജലം ഒഴുകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അത് സംബന്ധിച്ച് കഴിഞ്ഞ PCBയുടെ പരിശോധനയിൽ കൂടുതൽ പരിശോധനകൾ നടത്താൻ വേണ്ടി അവർ നിശ്ചയിച്ചിരുന്നു. അതിന് ജില്ലാ കളക്ടർ തന്നെ നിർദ്ദേശം കൊടുത്തിരുന്നു കൂടുതൽ പരിശോധന നടത്താൻ. അത് സമയബന്ധിതമായി ആ പരിശോധന പൂർത്തിയാക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. പിന്നീട് ഉരുൾപൊട്ടൽ സാധ്യത സംബന്ധിച്ച് ആധികാരികമായി ഇവിടെ റിപ്പോർട്ടുകളൊന്നുമില്ല. അതും ഒരു പരിശോധന നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം നമുക്കറിയാം, ലേബർ കമ്മീഷണറുടെ റിപ്പോർട്ട് ഈ യോഗത്തിൽ വരികയുണ്ടായി. ആ റിപ്പോർട്ടിൽ ജീവനക്കാർക്ക് അവിടുത്തെ തൊഴിലാളികൾക്ക് ആവശ്യമായ സുരക്ഷ ഉണ്ടായിരുന്നില്ല എന്ന് റിപ്പോർട്ട് ചെയ്തു. ആ സാഹചര്യത്തിൽ ക്വാറി ഉടമയ്ക്കെതിരെ കേസ് എടുക്കുന്നത് സംബന്ധിച്ച് പോലീസ് ആവശ്യമായ കൂടുതൽ പരിശോധനകൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ അന്വേഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് നടത്താൻ വേണ്ടിയും മറ്റ് സുരക്ഷ ഇല്ലാതെ തൊഴിലാളികളെ ജോലി എടുപ്പിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പോലീസിൻ്റെ ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം സമയബന്ധിതമായി നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടറാണ് ഈ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നത്. നമുക്കറിയാം, ജില്ലാ കളക്ടർ ദുരന്തമുണ്ടായ സമയം മുതൽ തന്നെ അവിടെ എത്തുകയും ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയുടെ എല്ലാം ഒരു ഡയറക്ഷൻ സമയാസമയങ്ങളിൽ ഉണ്ടായിരുന്നു. വളരെ ജാഗ്രതയോടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒരു ക്രോഡീകരണം ഉണ്ടായതുകൊണ്ടാണ് മറ്റൊരു അപായമില്ലാതെ നമുക്ക് ആ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനുശേഷവും സമയബന്ധിതമായി തന്നെ അത് RDOയ്ക്ക് ഉത്തരവാദിത്വം കൊടുത്തിട്ടുണ്ട്.
നമ്മൾ പരിശോധന നടത്തുകയും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഇപ്പോൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പഞ്ചായത്ത്, PCB, ജിയോളജി അടക്കമുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒരു ടീമിനെ വെച്ചുകൊണ്ട് അത് ഒന്ന് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട MLA പറഞ്ഞ പോലെ ഈ ക്വാറിയുടെ കാര്യം മാത്രമല്ല, നമ്മളുടെ കോന്നി, റാന്നി മേഖലകളിൽ പ്രവർത്തിക്കുന്ന, നമ്മൾ ഏറ്റവും കൂടുതൽ അവിടെയാണുള്ളത്, ആ പ്രവർത്തിക്കുന്ന എല്ലാ ക്വാറികളിലും ഇങ്ങനത്തെ ഒരു അന്വേഷണം നമ്മൾ നടത്തുന്നുണ്ട്. ബിക്കോസ് എല്ലായിടത്തും ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തൊഴിലാളി സുരക്ഷിതരാണോ, ഇതുപോലെയുള്ള പൊല്യൂഷൻ ഇഷ്യൂസ് ഉണ്ടോ, ബാക്കി എന്താണെന്നുള്ളത് പരിശോധിച്ചിട്ട് സമയബന്ധിതമായിട്ട് തന്നെ ഒരു റിപ്പോർട്ട് നമ്മൾ എടുത്ത ശേഷം അതിൻ്റെ ഫർദർ ആക്ഷൻ എടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇപ്പം ഈ പ്രവർത്തിച്ചിരിക്കുന്ന ക്വാറി ഇതിപ്പം നമ്മൾ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിരിക്കുകയാണ്, അത് കണ്ടിന്യൂ ചെയ്ത് തന്നെ പോവുകയാണ്. ഈ പറഞ്ഞിരിക്കുന്ന ബാക്കി എല്ലാ പരിഹാരങ്ങളും നടത്തിയ ശേഷം മാത്രമേ അതിനെപ്പറ്റി ബാക്കി തുറന്ന് പ്രവർത്തിക്കണോ, ബാക്കി എന്താണ് പൂട്ടണോ എന്നുള്ളതിനെപ്പറ്റി നമ്മൾ ഒരു ഇതിലേക്ക് പോവുകയുള്ളൂ. ബാക്കി പറഞ്ഞിരിക്കുന്ന പഞ്ചായത്തിനോട് പറഞ്ഞിരിക്കുന്ന പരാതികൾ, അവരുടെ സ്ഥലം കയ്യേറി എന്ന് പറഞ്ഞ പഞ്ചായത്തിന് കൊടുത്തിരിക്കുന്ന പരാതി, PCBയിലേക്ക് കൊടുത്തിരിക്കുന്ന പരാതി, പിന്നെ ഇപ്പം കഴിഞ്ഞ തവണ ഇപ്പം നിങ്ങൾ ഉന്നയിച്ച മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ഹിയറിങ്ങിൽ ഏറ്റവും കൂടുതൽ, ഞാനത് എപ്പോഴും പറയാറുണ്ട്, ഏറ്റവും കൂടുതൽ പരാതി വന്നിരിക്കുന്ന ഒരു ക്വാറിയായിരുന്നു ഇത്. അത് കൃത്യമായിട്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് അത് എടുത്തു നോക്കാം. നിങ്ങൾ പറഞ്ഞിരിക്കുന്ന എല്ലാ പരാതികളും റെക്കോർഡ് ചെയ്തിട്ടാണ് മിനിറ്റ്സ് ആക്കി നമ്മളത് സ്റ്റേറ്റിലേക്ക് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നും ഇനിയിപ്പം ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതിൻ്റെ അഡീഷണൽ ആയിട്ട് റിപ്പോർട്ട് നമുക്ക് കൊടുക്കേണ്ടതാണ്. ഇങ്ങനൊരു അപകടം ഉണ്ടായെന്നുള്ള കാര്യം സ്റ്റേറ്റിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. സോ ദാറ്റ് നേരത്തെ പറഞ്ഞ പോലെ അഡീഷണൽ ആയിട്ട് ഇനി ഒരു വേറെ പൊട്ടിക്കാനുള്ള അനുവാദമോ കാര്യങ്ങളോ ഒക്കെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാൻ വേണ്ടി. അപ്പോൾ ഇത്രയും മാത്രം, ഇതാണ് നമ്മൾ തീരുമാനം. ഡ്രോൺ സർവേ, അത് ഡ്രോൺ സർവേയും കൂടെ ഡ്രോൺ സർവേ നമ്മൾ ചെയ്യുന്നുണ്ട്. കാര്യം അതുപോലെ തന്നെയാണ് പറഞ്ഞത്, ഒരു ആക്ഷേപം പറഞ്ഞത് ഇവിടെ സർക്കാർ ഭൂമി കയ്യേറി പൊട്ടിച്ചിട്ടുണ്ട് എന്നൊരു ആക്ഷേപം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അന്വേഷിക്കാനും നമ്മൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്നതൊപ്പം ഡ്രോൺ സർവേ ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കി എന്താണെന്നുള്ള ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും എടുക്കുന്നതായിരിക്കും.